ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് അപകടകരമായ ആ സിദ്ധാന്തം. ആരുടെ? പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ അപകടകരമായ സിദ്ധാന്തത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് പിന്നെ പറയുമ്പോൾ ബോധ്യപ്പെടും. ആര് പറയുന്നു? പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ്. അവസ്ഥ, ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏകദൈവം, ആ ഏകദൈവം സൃഷ്ടി നടത്തിയപ്പോൾ പിതാവായി. ആ ദൈവം മനുഷ്യനായി വന്ന് വീണ്ടെടുപ്പ് നടത്തി. ആ ദൈവം പരിശുദ്ധാത്മാവായി വന്ന് സഭയുടെ പരിപാലനത്തിൽ ഏർപ്പെട്ടു. ഇത് കേട്ടാൽ വലിയൊരു അപകടം പോലെ തോന്നില്ല, കൊള്ളാവല്ലോ എന്ന് തോന്നും അല്ലേ? പക്ഷെ വലിയൊരു അപകടമാണ്, വലിയ അപകടമാണ്. എന്താ അപകടം? അത് മൊത്തം പറയാൻ എന്നിട്ട്. അപ്പൊ ഈ അവർ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മനസ്സിലായോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്താ? ദൈവത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ. അതാണ് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ പിതാവ് തന്നെ പുത്രനായിട്ട് വന്നു എന്നാണ് ഏകത്വവാദികൾ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പദം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിതാവ് സൃഷ്ടി നടത്തിയപ്പോൾ പിതാവാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പിതാവ് എന്ന് ആരെങ്കിലും പേരിടാറുണ്ടോ? ആരും പേരിടാറില്ല. പുത്രൻ എന്ന് ആരെങ്കിലും പേരിടാറുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവ് എന്ന് ആരെങ്കിലും പേരിടാറുണ്ടോ? ഇല്ല. അപ്പോ എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അദ്ദേഹം പറയുന്നു അപകടകരമാണ്. പിതാവ് പുത്രനായി മാറിയാൽ അത് അപകടമാണ്. പുത്രൻ പരിശുദ്ധാത്മാവാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പിതാവ് എന്ന് പറഞ്ഞാൽ അതും അപകടമാണ്. അപ്പൊ ഇത് മൂന്ന് അപകടമാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഇത് പദാർത്ഥമാണ്, പദാർത്ഥം മാത്രമാണ്. എന്താണ് പറയുക? മൂന്ന് അവസ്ഥകൾ അല്ലെങ്കിൽ പദാർത്ഥം എന്നുള്ള രീതിയിൽ മൂന്ന് അവസ്ഥകൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം സകല ജഡങ്ങളുടെ ഉടയവനായതുകൊണ്ടാണ് അവനെ പിതാവ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അത് സ്ഥാനപ്പേരാണ്. ഒരു സ്ഥാനപ്പേര് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റഡ് പേരാണ് പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ എന്താണ്? വീണ്ടെടുപ്പിനെയാണ് പുത്രത്വം കാണിക്കുന്നത്. ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം ആത്മാവാണ് എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നുണ്ട് എന്ന് പറയുന്നു. പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. ആത്മാവിലും സത്യത്തിലും. അപ്പോ പിതാവ് ആത്മാവാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായ ഒരു സത്യമാണ് യേശുക്രിസ്തു അവിടെ തരുന്നത്, അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് മടിയിലിരിക്കുന്ന പുത്രൻ. അങ്ങനെയൊക്കെയുള്ള ചില യോഹന്നാനകത്ത് ചില വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ. മടിയിലിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. ബോസം ഓഫ് ദ ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പം അവിടെ 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 25-9 പറയുന്നു, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും.
അവൻ തന്നെ യഹോവ, അവനത്രേ നാം കാത്തിരുന്നത്. അല്ലെ? അപ്പൊ യഹോവ വന്ന് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അനിൽ കൊടിത്തോട്ടം പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ സിദ്ധാന്തം എവിടെയാണ്? ഒന്നാമത്തെ ആൾ അയച്ചിട്ട് രണ്ടാമത്തെ ആൾ വന്നില്ല എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അപകടകരമായ ഒരു സിദ്ധാന്തത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും. ആ ഒരു അപകടകരമായ സിദ്ധാന്തം അദ്ദേഹമാണ് തുടങ്ങുന്നത്. സത്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, ഞങ്ങളെ 3 ദൈവമുള്ളവരാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ സത്യമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് 3 ദൈവങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം അയച്ച ഒരു ദൈവമുണ്ട്, അദ്ദേഹത്തിന് വന്ന ഒരു ദൈവവുമുണ്ട് എന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയച്ച ദൈവവും വന്ന ദൈവവും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 2 ദൈവങ്ങളായി അദ്ദേഹത്തിന്. യെശയ്യാവിന്റെ പുസ്തകം എന്താണ് പറയുന്നത്? അവൻ വന്ന് രക്ഷിക്കും. ആരെ? ഇതാ നമ്മുടെ ദൈവം, അവൻ അത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവൻ അത്രയും നാം കാത്തിരുന്നത്. അല്ലേ? യഹോവ വന്ന് രക്ഷിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം യഹോവ സർവശക്തനായ ദൈവമാണ്. ആ ദൈവം മനുഷ്യനായി വെളിപ്പെടും, വീണ്ടെടുപ്പിനായി വെളിപ്പെടും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടായിരിക്കാം അവൻ വെളിപ്പെട്ടത്? അല്ലെ? 1 തിമോത്തി 3:16 പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നവിടെ പറയുന്നു. ആര്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്തുകൊണ്ട് വെളിപ്പെട്ടു? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം എന്തിനു വെളിപ്പെട്ടു? അല്ലെ? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ദൈവം എന്തിനാണ് ഈ മനുഷ്യ വെളിപ്പാട് എടുത്തത്? എബ്രായർ ലേഖനത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി. അല്ലെ? അത് തന്നെ ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നു, വേഷത്തിൽ മനുഷ്യനായി. ആര്? ദൈവം. ദൈവത്തിന്റെ യഥാർത്ഥ രൂപം അതല്ല, പക്ഷെ വേഷത്തിൽ മനുഷ്യനായി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഇവിടെ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പറയുന്നു, രണ്ടാമനാണ് ഇവിടെ വന്ന് നമ്മളെ രക്ഷിച്ചത്. യെശയ്യാവിന്റെ പുസ്തകം പറയുന്നു, നമ്മൾ കാത്തിരുന്നത് ആരാണ്? അവൻ വന്നു നമ്മളെ രക്ഷിച്ചു എന്ന് ഇവിടെ പറയുന്നു. നമ്മളാണ് കാത്തിരുന്നത് ആരെ കുറിച്ചാണ്? കാരണം ദൈവം ഒരിക്കലും മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. എന്തുകൊണ്ട് അവൻ മനുഷ്യനായി? അവന്റെ മക്കളെല്ലാം മനുഷ്യരായതുകൊണ്ടാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നതിന്റെ പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന്. അവിടെ എഴുതിയിരിക്കുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി. കാരണം ദൈവത്തിന് വെളിപ്പെടാൻ കഴിയും. ദ മാനിഫെസ്റ്റേഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന് മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയും. കാരണം അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവമായതുകൊണ്ട് അവന് മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. അല്ലേ? ആ ദൈവത്തിന് മറ്റൊരാളുടെ ആവശ്യമുണ്ടോ? ഒരാവശ്യവുമില്ല. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? പിതാവിന് പുത്രന്റെ ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ അല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഒരു പുത്രന്റെ ആവശ്യമുണ്ട്, രണ്ടാമതൊരു വ്യക്തിയുടെ ആവശ്യമുണ്ട്. കാരണം അവൻ മാനിഫെസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തിനു വേണ്ടി? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ടാണ് അവനും അവരെ പോലെ ആയി എന്നാണ് പറയുന്നത്. വളരെ ചിന്തിക്കേണ്ട വാസ്തവമാണ്. അവൻ മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. മക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ വെളിപ്പെട്ടത്. അല്ലെങ്കിൽ അവൻ വെളിപ്പെടേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. മനുഷ്യരെ വീണ്ടെടുക്കുവാൻ അവൻ വെളിപ്പെടുകയായിരുന്നു. ദ മാനിഫെസ്റ്റിംഗ് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ആ ദൈവം തന്നെ മാനിഫെസ്റ്റ് ചെയ്തു, മനുഷ്യനായിട്ട് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു 3 അവസ്ഥകളാണെന്ന് പറയുന്നത്. അതെങ്ങനെ 3 അവസ്ഥയാകുന്നത്? പിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവ്വജഡങ്ങളുടെ ഉടയവനായതുകൊണ്ടാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത്. പുത്രൻ എന്ന് ദൈവത്തെ വിളിക്കുന്നതിന് കാരണം എന്താ? വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവനെ പുത്രൻ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? ദൈവം ആത്മാവാണ്, ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ടാണ് അവനെ പരിശുദ്ധാത്മാവ്. അതാണ് പറയുന്നത്, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞത്.
അല്ലെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ ഈ രൂപത്തിലേ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം ഞാനും നിങ്ങളും ഇപ്പൊ എന്താണ്, മനുഷ്യരൂപത്തിലാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ കാണുന്നത്. കാരണം എനിക്ക് യഥാർത്ഥമായ ദൈവിക രൂപമുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. കാരണം അതാണ് പറയുന്നത്, എന്താണ്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കാരണം അവൻ മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് മനുഷ്യൻ കണ്ടത്. മാനിഫെസ്റ്റേഷൻ ഇൻ ഫ്ലഷ്, അതായത് ദൈവം വെളിപ്പെടുകയായിരുന്നു, ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ രൂപം മനുഷ്യരൂപമല്ല. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം ആത്മാവാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോൾ നമുക്ക് ഏകദേശം ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇത് മൂന്നും ഒന്നാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെ? ദൈവം മനുഷ്യനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് അദ്ദേഹം അവിടെ പറയുന്നത്, പിതാവല്ല പുത്രൻ എന്ന്. അപ്പോ നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് പോകാം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വന്നു, അവൻ വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നു. ഇനി യെശയ്യാവിന്റെ പുസ്തകം 9:6 നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് സമാധാനത്തിനും അവസാനമുണ്ടാവില്ല. അവിടെ ശ്രദ്ധിക്കണം, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്. അപ്പോൾ അപകടത്തിന്റെ സിദ്ധാന്തം ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? പാസ്റ്റർ അനിൽ കുടിത്തോട്ടം തന്നെയാണ് ഇവിടെ എന്താണ് അപകടകരമായ സിദ്ധാന്തം കൊണ്ടുവന്നത്. വളരെ ശ്രദ്ധിക്കണം, അപകടകരമായ സിദ്ധാന്തം, അല്ലെ? രണ്ട് വീരനായ ദൈവമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപകടമല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇനി ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, നിത്യപിതാവ്, അല്ലെ? നിത്യപിതാവ്. പണ്ടൊരിക്കൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, നിത്യപിതാവ് എന്ന് പറഞ്ഞാൽ നിത്യതയുടെ പിതാവ് എന്നാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിത്യപിതാവ്, അതായത് നിത്യം എന്ന് പറഞ്ഞാൽ എന്നേക്കുമുള്ള ഒരു പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ജനിച്ച ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ദൈവം മാനിഫെസ്റ്റ് ചെയ്യുകയായിരുന്നു, മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. എന്തിനു വേണ്ടി? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് എബ്രായർ പറഞ്ഞത്, എബ്രായ വചനത്തിൽ പറയുന്നത് വളരെ കറക്റ്റായ ഒരു കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കാൻ അനിൽക്കൊടിത്തോടിന് കഴിയാത്തതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന് നാളെ സ്റ്റേജ് കിട്ടത്തില്ല. തൃത്വം തന്നെ പറയണം, കാരണം തൃത്വം പറഞ്ഞാലേ കാര്യമുള്ളൂ. തൃത്വം എന്ന് പറയുന്ന അപകട സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നത്? അദ്ദേഹം മറ്റേ ഓർഗിന്റെയും തർത്തുല്യന്റെയും ഒക്കെ സിദ്ധാന്തം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കുകയാണ്, അല്ലെ? പണ്ടൊരിക്കൽ ചാണ്ടുപിള്ള പാസ്റ്റർ പറഞ്ഞതുപോലെ ഏകത്വത്തിനകത്ത് ബഹുത്വമുണ്ട്, അല്ലെ? എബ്രായ ഗ്രീക്ക് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളെ എങ്ങനെ പറ്റിക്കാവുന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ വരുന്നുണ്ട്, ഇനി ഒനോമയെ കുറിച്ച് പറഞ്ഞത് ഇനി ഞാൻ വരുന്നുണ്ട്, അത് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒനോമയെ കുറിച്ച് പറഞ്ഞത് അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ സംസാരിക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് ഒന്നാണെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞ വാദം പൊളിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തൃത്വമാണ്, ത്രിയേകമാണ്. അങ്ങനെ ഒരു കാര്യം ബൈബിളിലില്ല, മോശ പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് മാത്രം എങ്ങനെയാണ് മൂന്ന് ദൈവങ്ങൾ, മൂന്ന് വ്യക്തികൾ കൂടുന്ന ദൈവം? അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ പറയുവാനായിട്ടും കാണുവാനായിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ ആരാണ് അപകടകരമായ സിദ്ധാന്തം കൊണ്ടുവരുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക, അപകടകരമായ സിദ്ധാന്തം കൊണ്ടുവരുന്നത് ആരാണ്? പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇദ്ദേഹം പറയുന്നതിൽ യാതൊരു വാസ്തവവും ആ കാര്യത്തിലില്ല, അല്ലെ? ആ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു, അല്ലെ? ആ ഇടയൻ ഞാനാണെന്ന് യേശുക്രിസ്തു പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടായതുകൊണ്ടാണ്, ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ഞാൻ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുന്നു, ഞാനാണ് ആടുകളുടെ ഇടയൻ, അല്ലെ? രണ്ടിടയന്മാരുണ്ടോ ആടുകൾക്ക്? ഇല്ല. രണ്ടിടയന്മാരുണ്ടോ? അല്ലെ? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ല, 3 പേരാ. കാരണം 3 പേര്. ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ കേട്ടു, ഭാര്യയും ഭർത്താവും ഒക്കെ ചേർന്നിരിക്കുന്നത് പോലെ പിതാവും പുത്രനും വെച്ച, അങ്ങനെയൊക്കെ ഒത്തിരി ഉദാഹരണം പറയുന്ന ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഈ തൃത്തക്കാരുടെ ഇടയിൽ ഭയങ്കരമായ ഉദാഹരണം പറയുന്ന ആൾക്കാരുണ്ട്.
പക്ഷെ അതൊന്നുമല്ല സത്യം എന്ന് പറയുന്നത്. സത്യം എന്താണ്? ഞാനും പിതാവും ഒന്നാകുന്നു അല്ലേ എന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസ് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ്, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ മറ്റൊരാളായിരുന്നെങ്കിൽ സ്വർഗത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞതിനെ വരും, സ്വർഗത്തിൽ ഒരു സിംഹാസനം ഉണ്ട്, അവിടെ പിതാവ് ഇരിപ്പുണ്ടെന്ന്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അങ്ങനെ പറയാത്തിടത്തോളം കാലം ഈ പറയുന്ന അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ പറയുന്ന മുഴുവൻ എന്താണ്? വചനവിരുദ്ധവുമാണ്. അദ്ദേഹം പറയുന്നത് അപകടകരമായ സിദ്ധാന്തമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു.